ഞാൻ എന്റെ പണി അതല്ലേ, എനിക്കിപ്പോ ഒരു തീരുമാനം എടുക്കണം. അപ്പൊ നിങ്ങളാരും എന്റെ പേരുദ്ദേശം ബന്ധപ്പെട്ടിട്ട് എന്താക്കണം തീരുമാനം തൽക്കാലം അടക്കട്ടെ. ഇവരും സ്റ്റാഫുകളാണ്, അയാളും സ്റ്റാഫാണ്. അയാൾക്ക് ഒറ്റ ഒരു തീരുമാനത്തിൽ അയാൾക്ക് പറ്റില്ല. ഇത് വലിയൊരു സംഭവമല്ലേ, ഒരു ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ എടുക്കുന്ന തീരുമാനമൊന്നുമില്ല. പിന്നെ മിനിസ്ട്രി തന്നെ അപ്പൊ അത് ഞാൻ പറയുന്നറിയോ, ഷിഫ്റ്റ് ചെയ്യുന്നില്ല. അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, അത് കൊണ്ടുപോകണം. അതും ഇവരുടെ സിസ്റ്റവും അത് അനലൈസ് ചെയ്യാൻ വേണ്ട സിസ്റ്റവും മാത്രമേ കൊണ്ടുപോകൂ. വേറെ പിന്നെ ഫർണിച്ചറോ സാധനങ്ങളോ ഒന്നും ഇപ്പോൾ കൊണ്ടുപോകില്ല. ബാക്കി നമുക്ക് നാളെ തീരുമാനിക്കും. സിസ്റ്റം പോട്ടെ, സിസ്റ്റത്തിൻ്റെ അവർക്ക് അവരെ ഒഫീഷ്യലായിട്ടുള്ള വർക്കുകൾ അത് തടയരുത്. ബാക്കി സാധനങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, ഈ സാധനങ്ങൾ നമുക്ക് നാളത്തെ തീരുമാനത്തോട് കൂടിയിട്ട് നമുക്ക് ചെയ്യാം. അങ്ങനെ ഒരു ഇതിൽ അവർ എത്തിയിട്ടുണ്ട്. പിന്നെ വെറുതെ ആയാലും നമ്മൾ പിടിക്കണ്ട. ആൻസർ ഷീറ്റ് വലിയ പ്രശ്നമാണ്. ഇത് പോട്ടെ ഇതിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ആൻസർ ഷീറ്റ് ഒന്നും അങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റില്ല. ബാക്കി ലഗേജസും സാധനങ്ങളൊക്കെ ഇവിടെ നിൽക്കട്ടെ. ഫർണിച്ചറും കാര്യങ്ങളും ഒരു റെക്കോർഡുകളും കൊണ്ടുപോകില്ല. അത് നാളെ കൊണ്ടുപോകും. ഇപ്പോഴത്തെ എമർജൻസി ഈ സംഭവം തന്നെ കൊണ്ടുപോകും കേട്ടോ. അതിനൊരു അഡ്ജസ്റ്റ്മെന്റ് എത്തുന്നാലും നമുക്ക് രണ്ടും നടക്കണമല്ലോ എല്ലാം. നിങ്ങൾ മനസ്സിലാക്കിയത് ഇപ്പൊ അവര് മൊത്തം കൊണ്ടുപോകണം പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇല്ല ഏത് ഡിപ്പാർട്ട്മെന്റിൽ ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് 9-ാം തീയതി വരെ ഇതിന്റെ ഒരു നടപടിക്രമം ഞങ്ങൾ നീക്കില്ല. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് റോഡിനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അതിൻ്റെ മുമ്പേ നിങ്ങൾ എണ്ണമെന്നുള്ളത് അപേക്ഷ കൊടുത്ത് അതുവരെ തീരുമാനം തന്നെ. ഇതൊക്കെ നമ്മൾ പറഞ്ഞ സംഭവമാണല്ലോ. ഇപ്പോൾ ഉള്ളൊരു തീരുമാനം ഞാൻ പറയാം. ഇപ്പൊ ഇവര് അവരെ സൂപ്രണ്ടായിട്ട് ഞാൻ പറഞ്ഞു നാളെ നമുക്കത് ബാക്കിയുള്ള നാളെ തീരുമാനമാക്കിയിട്ട് എന്നാ പിന്നെ അത് മതി. അപ്പൊ ആ ആൻസർ ഷീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എന്നാൽ യൂണിവേഴ്സിറ്റിന്റെ ആൻസർ ഷീറ്റ് ഈ സാധനവും ആ സിസ്റ്റവും അവർക്ക് അത് അനലൈസ് ചെയ്യാൻ കൊണ്ടുപോകും. ബാക്കി എല്ലാം ഇവിടെ കിടന്നോട്ടെ. ബാക്കി നാളെ നമ്മൾ തീരുമാനമാണ് കേട്ടോ. അതുപോലെ ഞാൻ ഒരു തീരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിവിടെ ക്ലോസ് ചെയ്തിട്ട് കോഴിക്കോട് ഇതിന്റെ വർക്ക് ആരംഭിക്കണം. നിങ്ങളിപ്പോൾ ഈ അളമാരിയും കാര്യങ്ങളും കൊണ്ടുപോയി നിങ്ങൾക്ക് വർക്കാരും തുടങ്ങാൻ പ്രയാസം വരില്ല. നിങ്ങളെ രണ്ട് മെയിനായിട്ടുള്ള സംഗതി എന്ന് വെച്ചാൽ ആൻസർ ഷീറ്റ് അത് നിങ്ങളെ മേഡം നേട്ടാനുള്ളതാണ്. ഈ ആൻസർ ഷീറ്റ് പരീക്ഷയാണ് കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളത്. ഇത് രണ്ട് പണി കഴിഞ്ഞാൽ നിങ്ങളെ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ കബളിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് നാളെ കോഴിക്കോട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതാണ് നിങ്ങൾ ഇതിനകത്ത് ഒരു തീരുമാനം. അത് നിങ്ങൾ മേഡത്തിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മേഡം രാവിലെ എന്നോട് പറഞ്ഞു ഈ ഫോർമുല മേഡം രാവിലെ പറഞ്ഞാണ്. നാളെ ഒരു തീരുമാനം റെഡിയാവുകയാണെങ്കിൽ ഇതൊന്നും നടക്കുന്നില്ലല്ലോ, പ്രശ്നമില്ലല്ലോ. അല്ല സാർ, ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ഞങ്ങള് ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ടുന്ന ഒരാളൊരു ജോലി സംവിധാനം ഇല്ല. ഞങ്ങളെ നാടിന്റെ ഒരു പൊതു ആവശ്യം നടക്കാണ് ഞങ്ങളോട് മേലധികാരികൾ ചർച്ച ചെയ്തതിന്റെ ഭാഗമായിട്ട് കുറഞ്ഞത്. ഇത് നമ്മളൊക്കെ ഇവർ കബളിപ്പിക്കാം. ഇവരേതായ ഒരു അജണ്ട ഇന്ന് സ്വാഭാവികമായിട്ട് ഈ 9-ാം തീയതി എന്നുള്ളത് ഇവർക്ക് ബന്ധപ്പെട്ട ആളോട് പറഞ്ഞാൽ പറയാം ഞങ്ങൾ ഇത് മാറ്റം തീരുമാനം എടുത്തിട്ടുണ്ട്, ഞങ്ങൾ 8-ാം തീയതി ഷിഫ്റ്റ് ചെയ്യും, ഞങ്ങൾക്ക് ഇതിനകത്ത് യാതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഉത്തരവാദപ്പെട്ട എംപിയോട് MLA-യോടും മന്ത്രിമാരോടൊക്കെ തന്നെ നിങ്ങൾ ഉറപ്പ് കൊടുത്തിട്ട് നിങ്ങൾ ഇതിന്റെ ഒരു അജണ്ട ഇന്ന് കേരളത്തിൽ 4-ലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നല്ലേ. ലോക്കൽ ഇപ്പൊ അളുമാരി സാധനങ്ങളൊക്കെ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ എടുക്കുക, അല്ലെങ്കിൽ പുതിയ വായിക്കാം. താല്പര്യം എന്താണെന്നോ അജണ്ട എന്താണെന്ന് നമുക്കറിയാം. ഇതിൻ്റെ അകത്ത് ഇത് നിങ്ങൾക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് ഇന്നത്തോടുകൂടി ഇത് മാറ്റണം എന്നുള്ള പൊതു തീരുമാനങ്ങൾ എടുത്തിട്ടില്ല. ആ പൊതു തീരുമാനം നിങ്ങൾ ബന്ധപ്പെട്ട ആളുകളെ സാന്നിധ്യത്തിൽ പറഞ്ഞാൽ പോലും ഇവിടെ ഒരു ജനപ്രതിനിധിയായിട്ട് നിങ്ങൾ ചർച്ച ചെയ്തത്. ആ ജനപ്രതിനിധികളെ ഞങ്ങൾക്ക് ഇത് അയച്ചു തരുന്നത് ഈ 9-ാം തീയതി വരെ ഇതിന്റെ ഒരു നടപടിക്രമം ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ 9-ന് ശേഷം നിങ്ങൾക്ക് ഇവിടെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഉചിതമായ തീരുമാനം ഇവരെ ഭാഗത്ത് ഉണ്ടാവുന്നതൊക്കെ റെയിൽവേ മന്ത്രാലയത്തിന് ഉറപ്പ് കിട്ടിയെന്നുള്ളത്. ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്കിപ്പോ ഈ സിസ്റ്റം കൊണ്ടുപോയിക്കാൻ നിങ്ങൾക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. അതിന്റെ വേറെ ഈ കമ്പ്യൂട്ടർ ആൾമാരി കൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് നാളെ രാവിലെ തൊട്ട് ഈ RMSന്റെ സംവിധാനം നിങ്ങൾക്ക് അവിടെ പുനഃസ്ഥാപിക്കണം. അത് നിങ്ങൾക്ക് ആകെ വേണ്ടത് ഈ ആൻസർ പേപ്പർ നിങ്ങളുടെ സിസ്റ്റമാണ്. വേറെ ഒരു സാധനം വേണമെങ്കിൽ അത് നിങ്ങളെ തീരുമാനം നടപ്പിലാക്കാം. അത് തന്നെയാണ് നിങ്ങളെ മേഡം നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ഈ ആൻസർ പേപ്പറും സിസ്റ്റം ഇവിടെ വെച്ചിട്ട് ബാക്കി അളമാരികൾ കൊണ്ടേക്കുക. അത് നിങ്ങൾ തയ്യാറാവുക. അല്ല, അതിന് എക്സാമിനേഷൻ അല്ലേ. ഇത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു പൊതുസമൂഹത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത്. ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ RMS സംരക്ഷണ സമിതി ഉണ്ടാക്കിയിട്ടുള്ളത്. അവരൊക്കെ കബളിപ്പിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്ന അപ്പോൾ വിശ്വാസം എടുത്തിട്ട് പോവുക എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ട.
ഇതിന്റെ സാർ ഇന്നത്തെ 9-ാം തീയതിക്ക് ശേഷം ഇവരതിൻ്റെ അകത്ത് നിന്ന് നിലപാടെടുത്ത് കഴിഞ്ഞ് പിന്നീട് നമുക്ക് ആലോചിക്കണം. അതിനകത്ത് ഇത് MP അതുപോലെ തന്നെ MP അത് വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ചർച്ച ചെയ്തിട്ട് 9-ാം തീയതി സമയം തന്നാണ്. അതിന്റെ ഭാഗമായിട്ട് 6-ാം തീയതി മെയിൽ അയച്ചതാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഇവരൊക്കെ തന്നെ ഒരു വെല്ലുവിളിച്ചുകൊണ്ടുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. ഞങ്ങൾ അതാണ് ഇവരോട് പറഞ്ഞത്. ഞങ്ങൾ ഇവർക്ക് ഇത് മാറ്റുന്നതിന് ഈ സംരക്ഷണ സമിതി ഇതിന്റെ ബന്ധപ്പെട്ട MP ആയാലും MLA ആയാലും ഇവർ നടത്തിയ ചർച്ചയുടെ ഒരു പൊതു തീരുമാനം എന്താണോ ആ തീരുമാനങ്ങളുടെ സംരക്ഷണ സമിതി അംഗീകരിക്കും. അതിന് യാതൊരു തർക്കവുമില്ല. പക്ഷേങ്കിൽ അതിന്റെ ഇടയിൽ 8-ാം തീയതി ഇത് കാട്ടിക്കൂട്ടിയതാണ്. ഇതിന് ഇങ്ങനെ ഒരു ഇഷ്യൂവിന് സാഹചര്യം ഒരുക്കിയത് ഇവർ തന്നെയാണ്. ഇങ്ങനെ ഒരു ഇഷ്യൂവിന് കാരണം വെച്ചാൽ ഈ 9-ാം തീയതി കഴിഞ്ഞു അല്ലെങ്കിൽ 10-ാം തീയതി ഇവർ നിലപാട് സ്വീകരിച്ച് നമുക്ക് അതിന്റെ യാതൊരു തർക്കമില്ലേ എങ്ങനെയല്ലേ ഉണ്ടാക്കിയ വ്യവസ്ഥ. ആ വ്യവസ്ഥയുടെ കോപ്പി ഉൾപ്പെടെ നമ്മൾ ഇവർക്ക് ഇവരെ സംബന്ധിച്ചിടത്തോളം നാളെ രാവിലെ ഇതിന്റെ സിസ്റ്റം കോഴിക്കോട് നിന്ന് ഓപ്പണായി അവിടെ ആരംഭിക്കണം. അതുകൊണ്ട് അവർ പറയുന്ന 3 സിസ്റ്റവും ഇതിന്റെ പേപ്പർ ഉൾപ്പെടെ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള പഴയ അൾമാരി മേശയിൽ കഴിഞ്ഞില്ലേ. സൂപ്രണ്ട് പരീക്ഷ പേപ്പർ കുട്ടികൾക്ക് വേണ്ട അത്യാവശ്യം. അപ്പൊ നമ്മൾ അവരുടെ ഭാവിയാണ് പ്രശ്നമാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് വേണ്ട പരീക്ഷ പേപ്പർ നിങ്ങൾ കൊണ്ടുപോകാം. അതിലപ്പുറത്തേക്ക് നിങ്ങൾ കൊണ്ടുപോകും. കാരണം വെച്ചാൽ പിന്നെ അതിനകത്ത് പ്രസക്തി ഇല്ലല്ലോ. പിന്നെ പറയുന്നത് സിസ്റ്റം കൊണ്ടുപോയി കഴിഞ്ഞില്ലേ. സിസ്റ്റം കൊണ്ടുപോയാൽ നിങ്ങൾ അവിടെ ഓപ്പറേഷൻ തുടങ്ങുമല്ലോ. പ്രോസസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സിസ്റ്റം ആവശ്യമാണ്. സിസ്റ്റം കൊണ്ടുപോകണമെങ്കിൽ എക്സാം പേപ്പർ പ്രോസസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സിറ്റി ഓരോ ദിവസം ഓരോ പോലെയാണ് ബാഗാണ് വരുന്നത്. അപ്പോൾ അത് പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സിസ്റ്റം ആവശ്യമാണ്. വടകരയിൽ നിന്ന് വരുന്ന പോലെ കോഴിക്കോട് ജില്ലയിലുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ ഹബ്ബിലാണ് വരിക. കുട്ടികളെ ഭാവി തന്നെ നോക്കുകയാണെങ്കിൽ ആ സിസ്റ്റം നിങ്ങൾക്ക് ഇവിടെ വെച്ചുകൊണ്ട് ഇത് പ്രവർത്തിച്ചൂടെ. ആ സിസ്റ്റങ്ങൾ ഇന്നലെ വരെ ഇത് പ്രവർത്തിച്ചത് വടകരയെന്നല്ലേ. വടകരയാണ്. ആ വടകരയിൽ ഈ സിസ്റ്റങ്ങൾ കുട്ടികളുടെ പരീക്ഷയുടെ വിഷയമാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നും കൂടി പ്രവർത്തിച്ചൂടെ. 9-ാം തീയതി ഇതൊരു പൊതു തീരുമാനങ്ങൾ. അല്ല സിസ്റ്റത്തില് ഇവിടെ വർക്ക് ചെയ്യുന്ന 3 സിസ്റ്റവും ഇവിടെ വർക്ക് ചെയ്യുന്നതല്ലേ. പിന്നെ ഒരു സിസ്റ്റം മാത്രം കൊണ്ട് വെച്ചതിനെ കൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പം തത്വത്തില് 3 മതം അങ്ങോട്ട് മാറ്റിയതുകൊണ്ട് കോഴിക്കോടേക്കായി. അതാണ് ഫലത്തിലിത്. അല്ല ഇവിടെ 9-ന് വർക്ക് തുടങ്ങും. 9 നാളെയാണ്. പരീക്ഷന്റെ വിഷയം നിങ്ങൾ പറയുന്നെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഇവിടുന്ന് വർക്ക് ചെയ്താൽ ഈ സിസ്റ്റം. അപ്പൊ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് മാറ്റണമെന്നുള്ള തീരുമാനമല്ലേ. പരീക്ഷന്റെ കാരണം ഇവരെ അവര് ഉദ്യോഗസ്ഥന്മാര് പറയുന്നത് അനുസരിക്കാനേ ഇവർക്ക് പറ്റുള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും അവർക്ക് പറയാൻ പറ്റില്ല. ബാക്കി ഇവിടെ നിന്നും കൊണ്ടുപോകണ്ട. ബാക്കി എടുക്കുമ്പോൾ നമുക്ക് തടയാം. തൽക്കാലം സംഗതികള് നീക്കുക എന്നുള്ളതാക്കാം. ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടാവും. ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടാവും. ആ സിസ്റ്റം ഇവിടുത്തെ വർക്കിന് വേണ്ടിയിട്ടുള്ള സംഭവമല്ലേ. മറ്റേത് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ അതിന്റെ സോർട്ട് ചെയ്യാൻ അത് വേണം. അത് തന്നെയാണ് അവരും പറഞ്ഞത്. വടകരയിലെ RMS ഇവിടുന്ന് മാറ്റരുത് എന്നതാണ് ഈ നാടിൻ്റെ ആവശ്യം. വടകരയുടെ ആവശ്യമാണത്. അത് ബന്ധപ്പെട്ട വകുപ്പുകളെയും ഉദ്യോഗസ്ഥന്മാരെയും എല്ലാം വളരെ നേരത്തെ കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. നമുക്കിവിടെ തന്നെ ഇത് പുനഃസ്ഥാപിക്കണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രകാരം ഇപ്പോൾ MP ഉൾപ്പെടെ ഇടപെട്ടതാണ്. MP കൊടുത്ത ഉറപ്പ് 9-ാം തീയതിക്ക് ശേഷമേ മറ്റ് കാര്യങ്ങൾ ചെയ്യൂ, അതുവരെ പരിശോധിക്കും എന്നുള്ളതാണ്. ഒന്ന് പുനഃപരിശോധന നടത്തുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ നമുക്ക് പെട്ടെന്നാണ് ഇവരെ എല്ലാ സെർവറും കോഴിക്കോടേക്ക് മാറ്റി, സിസ്റ്റമൊക്കെ കോഴിക്കോടേക്ക് മാറ്റി ഇന്ന് ഇവിടേക്ക് കോഴിക്കോടേക്ക് കൊണ്ടുപോവുകയാണ് എന്നുള്ളത് നമ്മൾ പെട്ടെന്നാണ് അറിയുന്നത്. അപ്പോൾ നമുക്ക് തന്നൊരു ഉറപ്പ് പാലിക്കാതെ, ജനപ്രതിനിധികൾക്ക് തന്ന ഉറപ്പ് പാലിക്കാതെ അതിന് വിപരീതമായ പ്രവർത്തനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മളിത് പൂർണ്ണമായിട്ടും ഇവിടുന്ന് തടയാൻ തന്നെയാണ് തീരുമാനിച്ചത്. പക്ഷേ അപ്പോൾ അതിനകത്തുള്ളൊരു പ്രശ്നം, വിദ്യാർത്ഥികളുടെ പരീക്ഷാ പേപ്പറുമായി ബന്ധപ്പെട്ടുള്ളൊരു ബണ്ടിൽ ഇവിടെയുണ്ട്. അത് നാളെ വിദ്യാർത്ഥികൾക്ക് എത്തിയിട്ടില്ലെങ്കിൽ അവരുടെ ഭാവിയാണ് അപകടത്തിലാവുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ മുന്നിലുള്ള ഒരു പ്രശ്നം. അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഞങ്ങളിപ്പോൾ ഇതിവിടെ തടയുന്നതാണ്. ഒരു കാരണവശാലും ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കുന്നതല്ല. അപ്പോൾ തൽക്കാലം ഇപ്പോൾ സൂപ്രണ്ടുമായി സംസാരിച്ചിരുന്നു ഞാൻ, RMSൻ്റെ. അപ്പോൾ സൂപ്രണ്ടുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടികളുടെ പരീക്ഷാ പേപ്പറും അതിൻ്റെ ആവശ്യമായ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റവും ഇവിടുന്ന് ഇപ്പോൾ തൽക്കാലം മാറ്റുക, മറ്റെല്ലാം ഇവിടെ തന്നെ നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് പുനഃസ്ഥാപിച്ച് കിട്ടണം എന്നുള്ള നാടിൻ്റെ ആവശ്യത്തിനൊപ്പമാണ് ഞങ്ങളെല്ലാവരും നിൽക്കുന്നത്. അതിനാവശ്യമായ നടപടികളുമായിട്ട് ഇനി മുന്നോട്ട് പോകും. വടകരയിലെ RMS എന്ന് പറയുന്ന ഈ വലിയ ബൃഹത്തായ സ്ഥാപനം
ഏകദേശം 45 കൊല്ലം പഴക്കമുള്ള ഒരു സ്ഥാപനമാണ്. വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന 7 അസംബ്ലി മണ്ഡലത്തിൽപ്പെടുന്ന പൊതുജനങ്ങൾക്കും അതേപോലെ തന്നെ മാഹിയുടെ വിവിധ ഭാഗങ്ങളിലേക്കും ഈ പോസ്റ്റൽ സംവിധാനം വിതരണം ചെയ്യുന്ന വടകരയുടെ ഏക ആശ്രയമാണ് വടകരയിൽ RMS. ഈ RMS ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പൊതു തീരുമാനത്തിൻ്റെ ഭാഗമായി ഇവിടുന്ന് മാറ്റി സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചതിൻ്റെ ഭാഗമായി ഈ RMS വടകരയിൽ പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിലവിലുള്ള സ്ഥാനത്ത് തന്നെ RMSൻ്റെ പ്രവർത്തനം തുടരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വടകരയിലെ എല്ലാ രാഷ്ട്രീയ സംഘടനകളുടെ തൊഴിലാളി സംഘടനകളും കൂടിയോജിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു സംയുക്ത സമരസമിതി ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു സമരസമിതി എന്ന രീതിയിൽ ഈ വടകരയുടെ ബഹുമാനപ്പെട്ട MP-ക്കും അതേപോലെ തന്നെ വടകരയുടെ MLA-യും ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെ 7 MLA-മാർക്കും കേരളത്തിലെ റെയിൽവേ ചുമതലയുള്ള മന്ത്രിക്കും കേരള മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിവേദനം നൽകുകയും ഇതിൻ്റെ ഭാഗമായി വടകരയുടെ പാർലമെൻറ്റ് MP മുൻകൈ എടുത്തുകൊണ്ട് റെയിൽവേ വകുപ്പ് മന്ത്രിക്കും അതേപോലെ തന്നെ റെയിൽവേ മന്ത്രാലയം മറ്റും നടത്തിയ ചർച്ചയുടെ ഭാഗമായി ഈ RMS മാറ്റി സ്ഥാപിക്കുവാനുള്ള തീരുമാനം പുനഃപരിശോധിക്കാമെന്നും ഈ 9-ാം തീയതിക്ക് ഉള്ളിൽ ഇതിനൊരു തീരുമാനമുണ്ടാക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ നേതാക്കന്മാർക്ക് നൽകിയിട്ടുള്ള ഉറപ്പ്. ഈ ഉറപ്പ് നിലനിൽക്കുകയാണ് ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇന്ന് ഈ RMSൻ്റെ ഇവിടെയുള്ള മുഴുവൻ സംവിധാനങ്ങളും കോഴിക്കോടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊതു തീരുമാനത്തിൻ്റെ ഭാഗമായി ഇന്ന് RMSൻ്റെ ബന്ധപ്പെട്ട റെയിൽവേ മന്ത്രാലയം തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു പൊതു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ഈ മാറ്റം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സംയുക്ത സമരസമിതി എന്ന രീതിയിലേക്ക് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവരെ മാറ്റുന്നത് തടയണം എന്ന രീതിയിലേക്കുള്ള ഒരു പൊതു തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളതാണ്. ഇത് സംബന്ധിച്ചിട്ട് പറയാനുള്ളത് ഒരു കാരണവശാലും ഈ RMS ഇവിടെ സംരക്ഷിക്കണമെന്നും അതോടൊപ്പം തന്നെ ഇന്നലെ വരെ RMSൻ്റെ പ്രവർത്തനം ഏത് രീതിയിലാണ് നടന്നത് ആ രീതിയിൽ ഈ RMSൻ്റെ സേവനം വടകരയിലെ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾക്ക് വേണമെന്നുള്ളതാണ് ഈ സമരസമിതി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. ഒരു കാരണവശാലും RMS ഇവിടുന്ന് പുനഃസ്ഥാപിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള ഒരു പൊതു തീരുമാനമാണ് സംരക്ഷണ സമിതിയുടെ മുന്നിലുള്ളത്.